ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല, താങ്കൾക്കൊക്കെ വ്യക്തിപരമായ അടുപ്പം വളരെയേറെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി. കോൺഗ്രസ് രാഷ്ട്രീയത്തെ എല്ലാ കാറ്റിലും കൊടുങ്കാറ്റിലും ഉലയാതെ നിർത്തിയതിൽ വലിയ സംഭാവനകൾ നൽകിയ ഒരു നേതാവ്. പി തങ്കച്ചൻ വിടവാങ്ങുമ്പോൾ താങ്കളുടെ മനസ്സിലൂടെ കടന്നുപോകുന്ന ഓർമ്മകളുടെ വേലിയേറ്റങ്ങൾ എങ്ങനെയാണ്? ഇന്നലെ വിവരം അറിഞ്ഞ് ഇന്നലെ ഞാൻ രാജഗിരി ആശുപത്രിയിൽ പോയി അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. ഞാനാണെന്ന് പറഞ്ഞപ്പോൾ കണ്ണു തുറന്നു, സംസാരിക്കാൻ കഴിയുന്നില്ലായിരുന്നു. വളരെയേറെ പ്രയാസം അദ്ദേഹത്തിന് അതിലുണ്ടെന്ന് എനിക്ക് തോന്നി. ഇന്നാണ് ഇപ്പൊ മരണ വാർത്ത അറിഞ്ഞത്. ഞങ്ങൾ കരുതിയത് സ്ഥിതി മെച്ചപ്പെടുമെന്നാണ്. വളരെ കാലമായി അദ്ദേഹം രോഗാതുരനായിരുന്നു. എങ്കിലും എല്ലാ രോഗാവസ്ഥയും അതിജീവിച്ചുകൊണ്ട് വീണ്ടും സജീവമായി വന്നിട്ടുള്ള ചരിത്രമാണ് അദ്ദേഹത്തിനുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ KPC പ്രസിഡന്റും അദ്ദേഹം UDF കൺവീനറുമായിരുന്നു ദീർഘകാലം. എല്ലാ കാര്യങ്ങളിലും വളരെ പക്വതയോടെ ഇടപെടുകയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നേതൃത്വം കൊടുക്കുകയും ചെയ്തിട്ടുള്ള നേതാവാണ് പി തങ്കച്ചൻ. മന്ത്രിയായി, സ്പീക്കറായി, KPCC പ്രസിഡന്റായി, UDF കൺവീനറായി, അങ്ങനെ ഒത്തിരി സംഭാവനകൾ പാർട്ടിക്കും UDF-നും നൽകാൻ കഴിഞ്ഞ കരുത്തനായ ഒരു നേതാവിനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. എല്ലാ പ്രതിസന്ധികളിലും അദ്ദേഹം പ്രശ്നപരിഹാരത്തിന് വേണ്ടി എന്ന് മുൻകൈ എടുക്കുക. അതെല്ലാം അദ്ദേഹത്തിന്റെ പ്രത്യേകതകളായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളോടൊക്കെ ഏറ്റവും കൂടുതൽ സ്നേഹം, താല്പര്യം അദ്ദേഹത്തിന് ഉണ്ടായത്. ഞാൻ KPC പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ നിര്യാണം പാർട്ടിക്കും UDF-നും വ്യക്തിപരമായി എനിക്കും ഒരു വലിയ നഷ്ടമാണ്. തീർച്ചയായും നന്ദി ശ്രീ രമേശ് ചെന്നിത്തല പ്രതികരിച്ചതിന്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസാരിക്കുന്നുണ്ട്. കൺവീനറും KPCC-യുടെ പ്രസിഡന്റും ഒക്കെയായി കോൺഗ്രസിന്റെയും UDF-ന്റെയും തലപ്പത്ത് വളരെ സൗമ്യമായ പെരുമാറ്റത്തോടുകൂടി നിലനിന്നിരുന്ന എല്ലാവർക്കും പ്രിയങ്കരനായ രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം ആ ജില്ലയിൽ കോൺഗ്രസ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ്. ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിലും മന്ത്രി എന്നുള്ള നിലയിലും സ്പീക്കർ എന്നുള്ള നിലയിലും പ്രത്യേകമായ പ്രാഗൽഭ്യം അദ്ദേഹം എപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകമായ എല്ലാവരെയും കൂട്ടിയിണക്കി കൊണ്ടുപോകുന്ന, എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു വൈഭവം അദ്ദേഹത്തിന് പ്രത്യേകമായി ഉണ്ടായിരുന്നു. എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളെ ഒരുപോലെ സ്നേഹിക്കുകയും എല്ലാവരെയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു ജനപ്രതിനിധിയും രാഷ്ട്രീയ നേതാവും പൊതുപ്രവർത്തകനുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അഗാധമായ ദുഃഖം പ്രകടിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ, ഞങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരാണ്. എല്ലാ പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പും അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചിട്ടാണ് തീരുമാനങ്ങൾ എടുക്കാറുള്ളത്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഉണ്ടായ ഈ വിഷമത്തിൽ ഞങ്ങൾ എല്ലാവരും പങ്കുചേരുന്നു.